അടുത്തത് വൃശ്ചികക്കൂറാണ്, സ്കോർപ്പിയോ. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം, തൃക്കേട്ട ഈ നാളുകാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് 1 അഥവാ ലഗ്നത്തിൽ സൂര്യനാണ്. സൂര്യനും ബുധനും ചൊവ്വയും ലഗ്നത്തിലാണ്. 4 രാഹുവും 5 ശനിയും 9 വ്യാഴവും 10 കേതുവും 12 ശുക്രനുമാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന അഥവാ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില വിജയ സാധ്യതകളൊക്കെ കൂടുതലായിട്ട് കാണാവുന്നതാണ്. രഹസ്യമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ കൂടെ അതുപോലെ തന്നെ കച്ചവടത്തിൽ കൂടെയൊക്കെ ധനാഗമം ഉണ്ടാകും, ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള അത് സബോർഡിനേറ്റ് അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കൾ മുതലായവരിൽ നിന്നുള്ള എതിർപ്പ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ട് ഒരേ മനസ്സോടുകൂടി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഉള്ള മൂലധന നിക്ഷേപം കൊണ്ട് വരുമാനം വർദ്ധിക്കാനിടയുണ്ട്. ചിലവുകൾ കൂടുതൽ വരാം, എന്നാലും ഇത് ഈ കൂട്ടായ പ്രവർത്തനം മൂലമുള്ള ലാഭം അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവികമായിട്ടുള്ള സ്വത്ത് കൈവശം വന്നു ചേരാനും അത് അനുഭവിക്കാനും ഉള്ള യോഗവും ഇപ്പോൾ ഉള്ളതാണ്. ആരോഗ്യപരമായിട്ട് വാതജന്യമായിട്ടുള്ള ചില രോഗങ്ങൾ, അതുപോലെ നാഡീ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ, ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതിലൂടെ മനസ്സിന് സമാധാനവും വിശ്രമവും കൊടുക്കുക എന്നുള്ളതാണ് പ്രധാന മരുന്ന്. കുടുംബപരമായിട്ട് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ചില സുഹൃത്തുക്കളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടാകും എങ്കിലും സ്വന്തം വീട്ടിൽ ഭാര്യ, മക്കൾ, അച്ഛനമ്മമാർ മുതലായിട്ടുള്ളവരിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ ധ്യാനം, അതുപോലെ യോഗം, പ്രാണായാമാദി കാര്യങ്ങൾ ഒക്കെ ശീലിക്കേണ്ടതാണ്. കഴിഞ്ഞ 17-ാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ്. വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വച്ചിട്ടുള്ള മാസമാണ്. ഈ കാലഘട്ടത്തിൽ വ്രതശുദ്ധിയോടുകൂടി ഈശ്വരഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ആ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ജന്മശനി, അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. തത് ത്വം അസി, ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ്. ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ 18-ാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി. എന്താണ് ഈ തത്വമസി? തത് ത്വം അസി, അത് ഞാൻ തന്നെയാകുന്നു, അത് നീ തന്നെയാകുന്നു. ആ തത്വം എന്താണ്? ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന, മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. വ്രതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന ഉപനിഷത്ത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്.